നമസ്കാരം, ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഞാൻ ചോള റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കേട്ടോ. ചോള റവ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, കോൺ റവ. എന്താ പറയുക, ഞാൻ ഒരുപാട് ദിവസമായിട്ടും ഉണ്ടാക്കിയിട്ട്. മറ്റേ സാധാരണ റവയാണ് കൂടുതലും വാങ്ങിക്കാറ്. ഇപ്രാവശ്യം ചേട്ടൻ എന്തോ അത് ഈ ചോള റവ കണ്ടപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നല്ലതാട്ടോ, കുഴപ്പമില്ല. നമ്മൾ അളവൊക്കെ അതിൻ്റെ കൃത്യമായിട്ട് വെള്ളമൊക്കെ ഒഴിക്കുന്ന അളവ് കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. 1 കപ്പ് ചോള റവയാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം, 2 കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വേറൊരു അടുപ്പിൽ വയ്ക്കുകയാണ്. അത് പതുക്കെ ഒന്ന് തിളച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോഴേക്കും ഇവിടെ പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക്, ഉഴുന്നുപരിപ്പ്, പിന്നെ കുറച്ച് കായൊക്കെ വറുത്തെടുക്കാം. ഇതിലേക്ക് പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു സവാള, ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് സവാള ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി ചേർക്കുന്നുണ്ട്. ഇവിടെ വെള്ളം തിളച്ച് കഴിഞ്ഞു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ വെള്ളത്തിൻ്റെ. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന റവ ഒന്നും കൂടി ഞാൻ വറുത്തെടുക്കും കേട്ടോ. കാരണം അതിനകത്ത് വറുത്ത റവ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ എന്നാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച രീതിയിൽ ആ റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളത് വറവ് പോരാന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് വീണ്ടും 2-3 മിനിറ്റ് നേരം ഇതുപോലെ ഇങ്ങനെ ചൂടാക്കി എടുത്ത് ഏകദേശം അറിയാൻ പറ്റുമല്ലോ, നമുക്കൊന്ന് മണമൊക്കെ വരുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ആ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് പതുക്കെ ഒഴിച്ച് കൊടുക്കണം. ഗ്യാസ് ഒന്ന് ചെറുതാക്കി വെച്ചിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ആവിയായിരിക്കും. പോരാതെ തിളച്ച വെള്ളം കൂടിയാണ്. അപ്പോൾ വെള്ളം ആ 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തു. ഇത് കറക്റ്റ് അളവാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കേണ്ടത്. ആദ്യം കുറച്ചല്ലേ ചേർത്തിരുന്നുള്ളൂ. അപ്പോൾ ഉപ്പുമാവിന് വേണ്ട കുറച്ച് ഉപ്പും കൂടി ഈ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 2-3 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. കുഴഞ്ഞിരിക്കണമെന്ന് കരുതി കുഴപ്പമില്ല കേട്ടോ, ചൂടാറുമ്പോൾ ശരിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഞാൻ അതേ 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുത്തു കേട്ടോ. നാളികേരം കൂടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് എണ്ണ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഏകദേശം ഇതെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിന് വേണ്ടി ചട്നി അരയ്ക്കണ്ടേ. അപ്പോൾ ഇത് ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ച് അടച്ച് വെച്ചിട്ട് ചട്നി അരയ്ക്കാൻ പോവുകയാണ്. സാധാരണ ചട്നി കേട്ടോ. നാളികേരം, പിന്നെ കുറച്ച് പൊട്ടുകടല, പച്ചമുളക്, പിന്നെ കുറച്ച് പുളി, പിന്നെ ഉപ്പ്, കറിവേപ്പില എല്ലാം കൂടി ചേർത്തിട്ട് ഒരു വെള്ള ചട്നി. അപ്പോൾ ഇതാ ചട്നി റെഡിയായി കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഉപ്പും മാവും ഏകദേശം അതിൻ്റെ ആ ചൂടൊക്കെ ആറി ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ ഇത് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഒന്ന് ഉതിർന്ന് വരാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ പ്ലേറ്റിലേക്ക് ഇടുക. പിന്നെ ചട്നിയും കൂട്ടിയിട്ട് കഴിക്കുക അല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ.